നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. സംസ്ഥാന ഹജ്ജ് ക്യാമ്പിന് കരിപ്പൂരിൽ തുടക്കം. ആദ്യ ദിവസം യാത്രയാകുന്നത് 3 വിമാനങ്ങളിലായി 498 പേർ. ഹജ്ജ് ക്യാമ്പിന്റെ ഉദ്ഘാടനം സംസ്ഥാന കായിക വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിച്ചു. ₹1 കോടി ഓൺലൈൻ തട്ടിപ്പ് റാക്കറ്റിലെ മുഖ്യപ്രതി അറസ്റ്റിൽ. തിരൂർ ഗൈഡൻസിന്റെ നേതൃത്വത്തിൽ സൗജന്യ വീൽചെയർ വിതരണം നടത്തി. ജനവാസ കേന്ദ്രത്തിലെ ശുദ്ധജല വിതരണ പദ്ധതിയുടെ പ്ലാന്റിനടുത്ത് മാലിന്യം തള്ളാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു. യാത്രയയപ്പും ആദരിക്കലും സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കേരളത്തിൽ നിന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പുറപ്പെടുന്ന തീർത്ഥാടകരുടെ ആദ്യ സംഘം കരിപ്പൂരിൽ നിന്നും യാത്രയായി. ആദ്യ ഹജ്ജാജിമാരുടെ വാഹനം ജില്ലാ കളക്ടർ VR വിനോദ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ചൊവ്വാഴ്ച പുലർച്ചെ 12:05 കേരളത്തിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ IX3011 നമ്പർ വിമാനത്തിൽ 166 തീർത്ഥാടകരാണ് പുണ്യഭൂമിയിലേക്ക് യാത്ര തിരിക്കുന്നത്. ആദ്യ വിമാനം പുലർച്ചെ 3:50 ജിദ്ദയിലെത്തും. ചൊവ്വാഴ്ച രാവിലെ 8-നും വൈകിട്ട് 3-നും രണ്ടാമത്തെയും മൂന്നാമത്തെയും വിമാനങ്ങൾ 166 വീതം യാത്രക്കാരുമായി തിരിക്കും. ആകെ 498 ഹാജിമാരാണ് ആദ്യ ദിവസം കരിപ്പൂരിൽ നിന്ന് യാത്രയാകുന്നത്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന 17,883 പേരാണ് 3 എംബാർക്കേഷൻ പോയിന്റുകൾ വഴി ഈ വർഷം യാത്രയാവുക. ചരിത്രത്തിൽ ആദ്യമായാണ് സംസ്ഥാനത്ത് നിന്നും ഇത്രയും കൂടുതൽ പേർക്ക് അവസരം ലഭിക്കുന്നത്. ആകെ തീർത്ഥാടകരിൽ 7,279 പേർ പുരുഷന്മാരും 10,604 പേർ സ്ത്രീകളുമാണ്. വെട്ടം ന്യൂസ്, മലപ്പുറം. ഈ വർഷത്തെ സംസ്ഥാന ഹജ്ജ് ക്യാമ്പിന് കരിപ്പൂർ ഹജ്ജ് ഹൌസിൽ തുടക്കമായി. ഇന്നലെ രാവിലെ മുതൽ തീർത്ഥാടകർ ക്യാമ്പിലെത്തി തുടങ്ങി. ജൂൺ 9 വരെയുള്ള 20 ദിവസം കോഴിക്കോട് എംബാർക്കേഷനിലെ ഹജ്ജ് ക്യാമ്പ് തുടരും. ഹജ്ജ് ക്യാമ്പിന്റെ ഉദ്ഘാടനം സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി അബ്ദുറഹിമാൻ നിർവഹിച്ചു. ഏറ്റവും കൂടുതൽ ഹാജിമാർ പുറപ്പെടുന്ന ഒരു എംബാർക്കേഷൻ പോയിന്റ് എന്ന നിലയിൽ ഈ വിമാനത്താവളത്തിൽ നിന്ന് പോകുന്നത് ഏകദേശം 10,308 ആളുകളാണ്. കണ്ണൂരിൽ നിന്നും 3,141 ജായമാരാണ് പോകുന്നത്. കൊച്ചിയിൽ നിന്നും 4,391 ഹാജിമാരാണ്. കോഴിക്കോടിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും അധികം ഹാജിമാർ. ഹജ്ജ് ക്യാമ്പിന്റെ ഉദ്ഘാടനം സംസ്ഥാന കായിക ന്യൂനപക്ഷ ക്ഷേമ ഹജ്ജ് വഖഫ് മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിച്ചു. ക്യാമ്പിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും താമസം, ഭക്ഷണം, പ്രാഥമികാവശ്യം, പ്രാർത്ഥന എന്നിവയ്ക്കായി പ്രത്യേകമായ ഹാളുകൾ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്.
തീർത്ഥാടകർക്ക് യാത്രാരേഖകളും യാത്രാ നിർദ്ദേശങ്ങളും ക്യാമ്പിൽ വെച്ച് നൽകും. വിമാനം പുറപ്പെടുന്നതിന്റെ 4 മണിക്കൂർ മുമ്പ് തീർത്ഥാടകരെ പ്രത്യേക ബസ്സിൽ എയർപോർട്ടിലെത്തിക്കും. എമിഗ്രേഷൻ നടപടികൾ വേഗത്തിലാക്കാൻ കൂടുതൽ കൗണ്ടറുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. തീർത്ഥാടകരുടെ സുരക്ഷയ്ക്കും പരിസരത്തെ ഗതാഗത നിയന്ത്രണങ്ങൾക്കുമായി എയർപോർട്ടിലും ഹജ്ജ് ക്യാമ്പിലും പോലീസ് സേനയെയും പ്രത്യേകമായി വിന്യസിച്ചിട്ടുണ്ട്. തീർത്ഥാടകർ ക്യാമ്പിൽ റിപ്പോർട്ട് ചെയ്യുന്നത് മുതൽ വിമാനം കയറുന്നതുവരെ വോളണ്ടിയർമാരുടെ മുഴുവൻ സമയം സേവനവുമുണ്ട്. തീർത്ഥാടകരുടെ അടിയന്തര മെഡിക്കൽ ആവശ്യത്തിനായി വിവിധ മെഡിക്കൽ വിഭാഗങ്ങളുടെ 24 മണിക്കൂർ സേവനവും ലഭ്യമാണ്. ഫയർ ആൻഡ് റെസ്ക്യൂ ആംബുലൻസ് സേവനവും സജ്ജമാണ്. വെട്ടം ന്യൂസ്, മലപ്പുറം. 1,08 ലക്ഷം രൂപ തട്ടിയെടുത്ത ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പുകാർക്ക് വാട്സ്ആപ്പ്, ടെലഗ്രാം അക്കൗണ്ടുകൾ ഉണ്ടാക്കാൻ OTPയും മൊബൈൽ നമ്പറുകളും ഓൺലൈനിലൂടെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന സൂത്രധാരനായ പഞ്ചാബ് സ്വദേശി അരവിന്ദ് മുക്താർ സാഹിബ് അറസ്റ്റിലായി. ഓൺലൈൻ വ്യാജ ഷെയർ മാർക്കറ്റ് സൈറ്റിൽ വേങ്ങര സ്വദേശിയും 1,08 ലക്ഷം രൂപ തട്ടിയെടുത്ത തട്ടിപ്പ് സംഘത്തിന് സിം കാർഡുകൾ സംഘടിപ്പിച്ചു നൽകുന്ന മുഖ്യ സൂത്രധാരനായ അബ്ദുൾ റോഷൻ എന്നയാളെ കർണാടകയിലെ മടിക്കേരിയിലെ വാടക ക്വാർട്ടേഴ്സിൽ കഴിഞ്ഞ ആഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് സംഘം റോഷനെ വിശദമായി ചോദ്യം ചെയ്തതിൽ റാക്കറ്റിലെ മറ്റു കണ്ണികളെ സംബന്ധിച്ച് സൂചന കിട്ടിയിരുന്നു. തുടർന്ന് റോഷന്റെ വാടക ക്വാർട്ടേഴ്സിൽ പോലീസ് പരിശോധന നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം പഞ്ചാബിലും ഹരിയാനയിലും അന്വേഷണം നടത്തി 2ാം പ്രതിയെ പിടികൂടിയത്. അറസ്റ്റിലായ അരവിന്ദ് ഹരിയാനയിലെ ദബുവാലിയിൽ മൊബൈൽ ഫോൺ ഷോപ്പ് നടത്തുന്ന ആളാണ്. എന്നാൽ ഇയാൾ സ്ഥിരമായി ഷോപ്പിൽ വരാറില്ല. റോഷന്റെ കയ്യിൽ നിന്നും ലഭിക്കുന്ന സിം നമ്പറുകളും വാട്സ്ആപ്പ് OTPയും വീട്ടിൽ തന്നെ ഇരുന്ന് ഓൺലൈനായി സ്റ്റാഫിനെ വെച്ച് സംഘത്തിലെ മറ്റു കണ്ണികൾക്ക് ഷെയർ ചെയ്യുന്നതാണ് പതിവ്. ഒരാഴ്ചയായി റോഷന്റെ വാട്സ്ആപ്പ് മെസ്സേജ് കാണാതെയിരുന്നപ്പോൾ പ്രതി കർണാടകയിൽ അന്വേഷണം നടത്തിയപ്പോഴാണ് റോഷനെ പോലീസ് പിടികൂടിയതറിഞ്ഞത്. തുടർന്ന് റോഷനിലൂടെ താൻ പിടിക്കപ്പെടുമെന്നറിഞ്ഞ പ്രതി റോഷനുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും ഇല്ലാതാക്കി. മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ASP ഹരീഷ് ജെയിൻ, സൈബർ നോഡൽ ഓഫീസറായ DCRB DYSP ഷാജു VS, സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ചിത്തരഞ്ജൻ IC, പ്രത്യേക ജില്ലാ സൈബർ സ്ക്വാഡ് അംഗങ്ങളായ സബ് ഇൻസ്പെക്ടർ നജ്മുദ്ദീൻ മണ്ണിശ്ശേരി, പോലീസുകാരായ PM ഷൈജൽ പടിപ്പുര, EG പ്രദീപ്, ASI അനീഷ് കുമാർ T, സൈബർ പോലീസ് സ്റ്റേഷനിലെ മറ്റ് സൈബർ വിദഗ്ധരും ചേർന്നാണ് പ്രതിയെ പിടികൂടി തുടരന്വേഷണം നടത്തുന്നത്. പ്രതിയെ മലപ്പുറം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വെട്ടം ന്യൂസ്, മലപ്പുറം. JCI തിരൂർ ഗൈഡൻസിന്റെ നേതൃത്വത്തിൽ സൗജന്യ വീൽചെയർ വിതരണം നടത്തി. JCI ഇന്ത്യ സോൺ 28 മേഖലാ തലത്തിൽ വിഭാവനം ചെയ്ത CSR പദ്ധതിയുടെ ഭാഗമായുള്ള സൗജന്യ വീൽചെയർ വിതരണ ഉദ്ഘാടനം തിരൂർ കുറുക്കോളി മൊയ്തീൻ MLA നിർവഹിച്ചു. പ്രത്യേക പരിഗണനാ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ വിദ്യാലയ യൂണിറ്റി ഒക്യുപേഷണൽ ഹബ്ബിൽ നടന്ന ചടങ്ങിൽ സൗജന്യ വീൽചെയർ വിതരണോദ്ഘാടനം തിരൂരിൽ കുറുക്കോളി മൊയ്തീൻ MLA നിർവഹിച്ചു. JCI തിരൂർ ഗൈഡൻസ് പ്രസിഡന്റ് കബീർ റിഫായി അധ്യക്ഷത വഹിച്ചു. JCI മേഖലാ പ്രസിഡന്റ് KS ചിത്ര, മേഖലാ ഡയറക്ടർ ഡോക്ടർ ഫവാസ് മുസ്തഫ മിസർ എന്നിവർ ചേർന്ന് വീൽചെയർ കൈമാറി. യൂണിറ്റ് ഡയറക്ടർമാരായ ഉണ്ണികൃഷ്ണൻ, കുഞ്ഞുമൊയ്തീൻ എന്നിവർ സ്വീകരിച്ചു. JCI അംഗങ്ങളായ മനു ആന്റണി, സഹീർ, ആബിദ, ഷൈമ, ഷിബിൻ മുണ്ടക്കാട്, ഫൈസൽ ഷിനാസ് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. കലാവിരുന്നുകളോട് കൂടി സമാപിച്ച ചടങ്ങിന് സെക്രട്ടറി മുഹമ്മദ് അസ്ലം നന്ദി പറഞ്ഞു. വെട്ടം ന്യൂസ്, തിരൂർ. ജനവാസ കേന്ദ്രത്തിലെ ശുദ്ധജല വിതരണ പദ്ധതിയുടെ പ്ലാന്റിനടുത്ത് മാലിന്യം തള്ളാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു. ചെറിയമുണ്ടം പഞ്ചായത്തിലെ ചുടലപ്പുറത്താണ് സംഭവം. പഞ്ചായത്തിലെ മൊത്തം സ്ഥലത്തു നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് ഇവിടെ തള്ളാൻ ശ്രമിച്ചത്. പ്രദേശത്ത് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ താൽക്കാലിക ഷെഡ് കെട്ടിയിട്ടുണ്ടെങ്കിലും ശാശ്വതമായി മാലിന്യ സംസ്കരണം നടത്താനാവാത്തതിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാർ വാഹനം തടഞ്ഞത്. പദ്ധതിയുടെ അശാസ്ത്രീയത കാരണം സമീപത്തെ വീടുകളിലേക്കും മറ്റും ചവറെത്തുന്ന സ്ഥിതിയാണുള്ളത്. മഴ പെയ്തതോടെ പ്രശ്നം രൂക്ഷമായി. പഞ്ചായത്ത് അധികൃതരോട് വിഷയം പറഞ്ഞെങ്കിലും അനുകൂല നിലപാട് സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. തിങ്കളാഴ്ച വൈകിട്ടാണ് മാലിന്യവുമായി എത്തിയ വാഹനം നാട്ടുകാർ സംഘടിച്ചെത്തി തടഞ്ഞത്. തുടർന്ന് തിരിച്ചയക്കുകയും ചെയ്തു. ജനവാസ കേന്ദ്രത്തിൽ നിന്നും മാറി മാലിന്യ സംസ്കരണത്തിന് സ്ഥിരം സംവിധാനം ഒരുക്കണമെന്ന് പ്രദേശവാസികൾ പഞ്ചായത്ത് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ ആവശ്യത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന നിലപാടാണ് പഞ്ചായത്ത് അധികൃതർ സ്വീകരിക്കുന്നത്. മാലിന്യവുമായി എത്തിയ വാഹനം തടഞ്ഞതോടെ
പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ ഭീഷണിയുമായി രംഗത്ത് വന്നിട്ടുണ്ടെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസത്തെ മഴയിൽ മാലിന്യം പൂർണ്ണമായും പ്രദേശത്താകെ പടർന്ന നിലയിലാണ്. സാംക്രമിക രോഗങ്ങൾ പിടികൂടുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. മാത്രമല്ല, മഞ്ഞപ്പിത്തമടക്കമുള്ള ഗുരുതര രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന വാർത്തകളും നാട്ടുകാരെ ഭീതിപ്പെടുത്തുന്നുണ്ട്. അടിയന്തരമായി ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വെട്ടം ന്യൂസ് ചെറിയമുണ്ടം. ചമ്രവട്ടം പ്രഭാത സവാരി കൂട്ടായ്മ മോർണിംഗ് സ്റ്റാർ ഈ വർഷത്തെ വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പോകുന്ന ക്ലബ് മെമ്പർമാർക്ക് യാത്രയയപ്പ് നൽകി. ഈ വർഷത്തെ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയും ചെയ്തു. വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പോകുന്ന ചമ്രവട്ടം പ്രഭാത സവാരി കൂട്ടായ്മ മോർണിംഗ് സ്റ്റാർ ക്ലബ്ബ് മെമ്പർമാർക്ക് യാത്രയയപ്പ് നൽകി. കുറ്റിപ്പുറം പോലീസ് സബ് ഇൻസ്പെക്ടർ MV വാസുണ്ണി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഷംസു കുന്നത്ത് അധ്യക്ഷത വഹിച്ചു. വെട്ടം ന്യൂസ് ചമ്രവട്ടം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.